ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ഇനി ഈ ഡിഷിന് വേണ്ടിയിട്ട് മീഡിയം സൈസ് 2 സബോളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്. അത് ചെറിയ വെളുത്തുള്ളിയായ കാരണം ഒരു 15 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ കുറച്ചെടുത്താൽ ഒരു 5-6 എണ്ണം എടുത്താൽ മതി. ഇനി സബോള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി ഒന്ന് ചതച്ചാൽ മതി, പേസ്റ്റ് ആക്കണമെന്നില്ല. ഇപ്പം ഞാനിവിടെ കല്ലിലാണ് ചതച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ ഉള്ളിലുള്ള പ്രാണികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അതിപ്പോൾ തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ അത് കറി വെക്കുമ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് വെള്ളത്തിലേക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല തിളക്കുന്ന സമയത്താണ് നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കോളിഫ്ലവർ കുറച്ച് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കോളിഫ്ലവർ ഒരു 4 മിനിറ്റോളം ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് തിളച്ച് മറിയണം. ഇനി അതിന് ശേഷം അത് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിൽ എടുത്ത് വെച്ചിട്ടുള്ള 2 തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിനെ പേസ്റ്റാക്കാൻ എടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 4-5 ഗ്രാമ്പും ഒരു കഷ്ണം കറുവാപ്പട്ടയാണ്. അത് പൊട്ടിച്ചിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ചെറിയ ജീരകമാണ്. ആ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ കറുവാപ്പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഫ്ലേവർ ഈ ഡിഷിന് നല്ലൊരു ടേസ്റ്റാണ് കൊടുക്കുന്നത്. ഇനി അതുപോലെ ഈ നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളയാണ്. സബോള മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സബോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ സബോള പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇപ്പോൾ സബോളയുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ ചതച്ച് വെച്ചതാണ്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാം. ഈ റെസിപ്പിയിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാണ്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിന് മുന്നേ കോളിഫ്ലവറിൻ്റെ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതാണ് അങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചെയ്യാം. ഇനി മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തീ ലോ ഫ്ലെയിമിലാണ് ഉള്ളത്. ഇനി എല്ലാ പൊടികളുടെയും പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വഴറ്റി കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളിയാണ്. തക്കാളിയുടെ പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പേസ്റ്റ് കൂടി ചേർത്തിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ലതുപോലെ തന്നെ വഴറ്റി ആ തക്കാളിയുടെ പച്ച മണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇനി തക്കാളിയുടെ പച്ചമണമൊക്കെ പോയതിന് ശേഷം ഇതിലോട്ട് 3/4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം ആയാലും കുഴപ്പമില്ല, തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടി നല്ലത്. 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കൂട്ടി വെക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. കോളിഫ്ലവർ ഫ്രൈ ചെയ്യാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്.
അപ്പോൾ ഫ്രൈ ചെയ്യാണ്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി തയ്യാറാക്കി നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ കോളിഫ്ലവർ മുഴുവനായിട്ടും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. കോളിഫ്ലവർ ഇട്ടതിന് ശേഷം ഇപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഈ റെസിപ്പിയുടെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മല്ലിയിലയാണ്. ഈ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താലാണ് ഈ കറിക്ക് ഒരു ഫിനിഷിങ് കിട്ടുക. നല്ലൊരു ഫ്ലേവറാണ് ഈ മല്ലിയിലയും കൂടി ആഡ് ചെയ്താൽ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇട്ട് കൊടുക്കണം. വളരെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് ഇത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് ഇന്ന് ഈ കറി തയ്യാറാക്കിയത്. പത്തിരിയുടെ കൂടെ തേങ്ങാപ്പാലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ കറി തന്നെ വളരെ ടേസ്റ്റാണ്. ഇന്നത്തെ ഈ കോളിഫ്ലവറിൻ്റെ ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ഡിന്നറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു. അസ്സലാമു അലൈക്കും.